ഉപ്പിടാം. ഉപ്പിടാം. ഇട്ടോളൂ, അത് അതിലേക്ക് ഇട്ടോളൂ. കുറച്ചും കൂടി ഇടാം. കുറച്ചിട്ടാ മതി. നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കൂടിയുണ്ടെങ്കിൽ പാകപ്പെടുത്താൻ വേണ്ടി കുറച്ച് നമുക്ക് സാധനങ്ങളുണ്ട്. അതെ, അതിലൊന്നാണ് ഇതിലിപ്പോ വെള്ളം. വെള്ളം. ഈ കറി ഉണ്ടാക്കുമ്പോ എപ്പോഴും കുറുകുമല്ലോ. ഈ നമ്മുടെ മെല്ലെ കുറുകി കുറുകി നമുക്കിനി ആണ് ഇതിന്റെ പ്രധാന അല്ലെ സംഭവം കഥാനായകൻ അവിടെ ഇരിപ്പുണ്ട്. മിൽമയുടെ നമ്മൾ ഓൾറെഡി കുറെ ഐറ്റത്തിലൂടെ നമുക്ക് ഓണവിശേഷങ്ങളും അല്ലെ കളർഫുൾ വിഭവങ്ങളായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഇനി ഇന്നത്തെ നമ്മുടെ താരം ശരിക്കും മിൽമയുടെ പനീർ തന്നെയാണ്. അപ്പൊ ഇതിനെ കുറെ കൂടി ടേസ്റ്റ് ആക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പറയാതെ വയ്യ. അപ്പൊ എന്തായാലും നമുക്ക് കട്ട് ചെയ്ത് ഇടാം അല്ലെ. കട്ട് ചെയ്യണം. ഒന്ന് വെള്ളത്തിൽ നിന്ന് അല്ലെ നമുക്ക്. അപ്പൊ നമുക്ക് പനീർ മിൽമയുടെ പനീർ എടുത്ത് നമ്മളൊരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകി നമ്മൾ അതിലോട്ട് ഇടുകയാണ് അല്ലെ. ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഫസ്റ്റ് ടൈം പനീറിന്റെ ഒരു സാധനം ഉണ്ടാക്കുന്നത് ലൈഫില്. ഇത് ഉണ്ടാക്കി മാത്രം ഞാൻ അല്ല പനീറിന്റെ ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് പറയുമ്പോ ഏതാണ്ട് ബാക്കി ഒട്ടുമിക്ക ഐറ്റംസ് ഒക്കെ റൗണ്ട് എത്തിയ പോലെയാണ് അല്ലേ. ഇനി നമുക്കതിനെ അല്ലെ കോക്കനട്ട് മിൽക്ക് എടുത്ത് നമുക്കതിനെ കുറച്ചുകൂടി നമുക്കിപ്പോ ഓൾറെഡി കുറച്ചൊരു കട്ടിയിൽ അല്ലെ തിക്ക് ഗ്രേവി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതിനൊരു സെമി വേർഷൻ ആയിട്ട് മാറ്റാം. ഇനി നമുക്ക് എടുത്ത് ഈ പാൻ നമ്മൾ മെല്ലെ മാറ്റി വെച്ച് അല്ലെ നമുക്കതിനെ താളിച്ചതിന്റെ പ്രധാന ഐറ്റത്തിലോട്ട് മാറ്റാം. താളിക്കല് മിക്ക സാധനത്തിലും നമുക്കൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും ഒക്കെ കുറച്ച് കളർഫുൾ ആക്കാനും കൂടി ഉപകാരപ്പെടുന്ന സംഭവമാണ്. നമ്മുടെ ഓണം നമ്മുടെ മിൽമ.